കോൺഗ്രസ്സുകാരനായ ഒരു തെമ്മാടി എം എൽ എ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഒരു കാര്യം പറയാം. തലശ്ശേരി കലാപത്തിനകത്ത് സഖാവ് യു കുഞ്ഞിരാമൻ രക്തസാക്ഷി. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. കുഞ്ഞിരാമൻ രക്തസാക്ഷിയായതിനെ കുറിച്ച് കേരള നിയമസഭയിൽ കരുണാകരനെ കൊണ്ട് അന്നത്തെ ഗവൺമെന്റിനെ കൊണ്ട് സഖാവ് പിണറായി വിജയനും എം.വി. രാഘവനും നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി ചരിത്രം മര്യാദയ്ക്ക് സംസാരിക്കണം. കോൺഗ്രസ്സുകാരനായ ഒരു തെമ്മാടി എം എൽ എ ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഇപ്പോ ജിൻഡോ ജോൺ പറഞ്ഞൊരു വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ രക്തസാക്ഷി സഖാവ് കുഞ്ഞിരാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാനൽ ചർച്ച വന്ന് ആ തെമ്മാടിത്തരം ആവർത്തിക്കരുത്. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. നിയമസഭയില് കള്ളുഷാപ്പിൽ സംഘടനത്തിൽ മരിച്ചു. ആരാണ് വിളിക്കുന്നുള്ള ബോധ്യമാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം. അനിൽകുമാർ സഹകരണ ബാങ്കിന്റെ ബോർഡ് അംഗമായിരുന്നു. മനുഷ്യനാലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ആരെ കുറിച്ചാ പറഞ്ഞത്? ഞാൻ പറയാം, ഞാൻ അങ്ങോട്ട് കേൾക്ക്. കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ കുഞ്ഞിരാമൻ പറഞ്ഞത് കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. കുഞ്ഞിരാമൻ മരിച്ചപ്പോ രക്തസാക്ഷി കുഞ്ഞിരാമനെ അപമാനിക്കുന്നതിന് വിഷമമില്ലേ? അതെ, നിങ്ങളുടെ കുഞ്ഞിരാമൻ മരിച്ചത് കള്ളു കുടിച്ച് മരിച്ച കുഞ്ഞിരാമനെ കുറിച്ച് നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് ഞാൻ പരസ്പരം അങ്ങനെ വ്യക്തി ഹത്യയിലോട്ട് പോകല. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? അത് തെമ്മാടിത്തരം പറയരുത്. ചർച്ച വന്നിട്ട് തെമ്മാടിത്തരം പറയരുത്. നീ രക്തസാക്ഷിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ എന്നെ പേടിപ്പിക്കുകയാണോ? രക്തസാക്ഷിയെ കുറിച്ച് സംസാരിക്കുമ്പോ തെമ്മാടിത്തരം പറഞ്ഞാൽ തെമ്മാടിത്തരം തന്നെ പറഞ്ഞു. അത് നിയമസഭയിൽ പറഞ്ഞവൻ തെമ്മാടി എം എൽ എ തന്നെ പറയും. ഇതിന് മരുന്നില്ല. അത് കുഴൽനാടനാണെങ്കിൽ കുഴൽനാടനെ കുറിച്ച് വർത്താനം പറയും. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഞങ്ങളുടെ പുഷ്പനെ കുറിച്ച് പറഞ്ഞാൽ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. ഉത്തരവുണ്ടെങ്കിൽ പിണറായി വിജയൻ നിയമസഭയിൽ പറയണമായിരുന്നു. ഇതുപോലെ വായിൽ പഴമിറങ്ങിപ്പോയില്ലേ? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. കാശ്മീർ, എനിക്ക് മറുപടി പറയാൻ സമയമാണ്. ഞാൻ പ്രശ്നം അറിയാം, അങ്ങ് തെമ്മാടി ആവർത്തിച്ചാൽ എനിക്ക് സമയമാണ്, ഞാൻ പറയും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഓരിടാൻ പറ്റത്തില്ല. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അല്ല സിയാൽകുമാർ, അങ്ങ് തെമ്മാടി എന്ന വാക്ക് ഉപയോഗിച്ചാൽ ജിൻഡോയുടെ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യലെന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രീതിയല്ല. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കും. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. RSSനെതിരായ കലാപത്തിൽ RSSകാർ കൊന്നുതള്ളിയ സഖാവ് കുഞ്ഞിരാമൻ കള്ളുഷാപ്പില മരിച്ചത്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ആ പറയുന്ന തെമ്മാടിത്തരം പറയുന്ന ആളെ ന്യായീകരിക്കണോ നിങ്ങൾ? ഞാൻ തെളിവ് തരാമല്ലോ. ഞാനങ്ങോട്ട് തെളിവ് തരാം. എന്താ തെളിവെന്നറിയാമോ? നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഈ സഖാവ് കുഞ്ഞിരാമൻ ഒരു സഹകരണ ബാങ്കിൽ ബോർഡ് മെമ്പറായിരുന്നു. നിങ്ങൾ തോമസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചരിത്ര പറയണത്. സഖാവ് കുഞ്ഞിരാമൻ സഹകരണ ബാങ്ക് ബോർഡ് അംഗമായിരുന്നു. ആ ബോർഡിലെ ബാക്കി മുഴുവൻ പേരും കോൺഗ്രസ്സുകാരായിരുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കോൺഗ്രസ്സുകാര് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഒരു അനുശോചന സമ്മേളനം സംഘടിപ്പിച്ചു. അതിന്റെ വാർത്ത മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരാമല്ലോ. എന്താ
കുറച്ചു നേരം അതിൽ രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കേളാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എടുക്ക. കുഞ്ഞിരാമൻ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറായത് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ തെളിവാ. കോൺഗ്രസിന്റെ അനുശോചന സമ്മേളനം ആ സഹകരണ ബാങ്കിന് സംഘടിപ്പിച്ചതും കോൺഗ്രസ് നേതാക്കന്മാരും പ്രസംഗിച്ചത് കള്ളുഷാപ്പിലെ അടിക്കാണോ? ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് നേരത്തെ എം വിജിൻ MLA സമ്മതിച്ച ADGP RSS കൂടിക്കാഴ്ച തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബാക്കി തുടരുവാ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരെയെങ്കിലും പോണതിനെ കുറിച്ച് കാണുന്നതിനെ കുറിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന സംഘടനയല്ല CPM. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അങ്ങ് തെറ്റാണെന്ന് പറയുമോ സർ? RSS അല്ലേ സർ? താങ്കൾ ഈ പറഞ്ഞ അങ്ങയുടെ രക്തസാക്ഷിയെ ഉണ്ടാക്കിയ സർ, താങ്കൾ ഈ പറഞ്ഞ അങ്ങയുടെ രക്തസാക്ഷിയെ ഉണ്ടാക്കിയ പാർട്ടിയല്ലേ സർ? അങ്ങനെ രക്തസാക്ഷി എത്ര രക്തസാക്ഷികൾ അങ്ങയുടെ പാർട്ടിക്ക് ഉണ്ട് സർ? ആ രക്തസാക്ഷി ചോരയിൽ ചുവന്ന ചെങ്കൊടിയല്ലേ സർ അങ്ങ് പിടിക്കുന്നത്? ആ ചെങ്കൊടി പിടിച്ചുകൊണ്ട് അത് തെറ്റാണ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ സർ? അതിനങ്ങേക്ക് ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ് സർ? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ധൈര്യക്കുറവായിട്ടാ വന്നിരിക്കുന്നത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇപ്പൊ ഇത്രയും വലിയ തെമ്മാടത്തിനും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ധൈര്യക്കുറവായിട്ടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ചോദിച്ചാൽ നിലപാട് ഇതാ പറയുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ശരിയാണോ തെറ്റാണോ രാഷ്ട്രീയ നിലപാടില്ല. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. ആരെങ്കിലും കാണാൻ പോയതല്ല. രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച RSS കാണാൻ പോയതാണ്. രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ട വിഷയമല്ലത്. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. എന്റെ പിന്നെ ലോകത്ത് ആരെയൊക്കെ കാണാൻ പോകണം? ഇതിനൊക്കെ CPM കമ്മിറ്റി കൂടെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? സർ, എം വിജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമോ? അവകാശമുണ്ടെന്ന് എം വിജിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസും ഷോക്കോസും നൽകുമോ? അവന്റെ സമനില തെറ്റിയിരിക്കുക. എം വിജിൻ MLA ഒരു കാരണം കാണിക്കൽ നോട്ടീസും ഷോക്കോസും നൽകുമോ? താങ്കൾ ഈ പറയുന്നത് പോലെ അഴകുഴമ്പൻ പാർട്ടി നിലപാട് പറയാതെ എം വിജിൻ MLA പറയുന്നു തെറ്റാണെന്ന് പറഞ്ഞു. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ എന്റെ സ്ഥിതി. വിജിൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റാണെന്ന് പറഞ്ഞു. ആ കൂടിക്കാഴ്ച തെറ്റാണ്. താങ്കൾ പറയുന്നു അങ്ങയുടെ പാർട്ടിക്ക് അതിൽ നിലപാടെടുക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. അത് പാർട്ടി ലൈനാണല്ലോ. ആ പാർട്ടി ലൈന് വിരുദ്ധമായി RSSമായി കൂടിക്കാഴ്ച തെറ്റാണ് എന്ന് വിജിൻ പറയുന്നു. തെറ്റില്ലെന്ന് അത് ശരി. വിജിൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. വിജിൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം CPMന്റെ കമ്മിറ്റി കൂടി അതിൽ തീരുമാനം എടുക്കാറില്ല. അത് തന്നെ കാര്യം. അതാണ് എന്റെ അഭിപ്രായം. മറുപടി പറയണ്ടേ? ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി കളവായ കാര്യങ്ങൾ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പത്രമാധ്യമങ്ങളും ചാനലുകളും കോൺഗ്രസും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ആഖ്യാനം CPMന് മറുപടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ മുഖമടച്ച് മറുപടി പറയാം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.